ടി വിയിലെ ശ്രീകണ്ഠൻ നമ്മളെ കാണിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്, ഞെട്ടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ ഈ ടി വി എന്നൊക്കെ പറഞ്ഞാൽ ഇത് ദൃശ്യമാധ്യമമാണെന്നാണ് നമ്മളൊക്കെ കേട്ടോണ്ടിരുന്നത്. അതല്ല, ഇത് വായ്ത്താരിയുടെ ഒരു മാധ്യമമാണെന്നും കൂടെ അവർ കാണിച്ചു തരുന്ന ഒരാളാണ് ശ്രീകണ്ഠൻ. ഇനി അവിടെ ദൃശ്യമില്ലയോ? ഉണ്ട്. ഇത്രയും ചാടിത്തുള്ളി അവതരിപ്പിക്കുന്ന മറ്റൊരാളെ, അദ്ദേഹത്തിൻ്റെ ശിഷ്യനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ, വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല. ശ്രീകണ്ഠൻ നായർ സത്യത്തിൽ ചെയ്യുന്നത് ഒരു തരത്തിലുള്ള ഡിസ്റപ്ഷനാണ്. പക്ഷേ ശ്രീകണ്ഠൻ നായർ ചെയ്യുന്ന പ്രവർത്തനത്തെ, മാധ്യമപ്രവർത്തനത്തെ, അതിൻ്റെ രീതികളെ ഒക്കെ സൂക്ഷ്മമായോ അല്ലെങ്കിൽ ഗൗരവമായിട്ട് നോക്കുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമം ചെന്നെത്തി നിൽക്കുന്ന ഒരു പ്രത്യേക പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയെപ്പറ്റി പറയുന്നതിന് മുമ്പ് ടെലിവിഷൻ മാധ്യമം അതിൻ്റെ തുടക്കം മുതൽ ശ്രീ ശശികുമാർ തൊട്ട് അതിനുണ്ടായ ഒരു ആന്തരികമായ ചലനശേഷിയെക്കുറിച്ചിട്ടാണ്. 90-കൾ തൊട്ട് 2020-കൾ വരെ നീണ്ടു നിൽക്കുന്ന തരത്തിൽ ഏതാണ്ട് 3 പതിറ്റാണ്ട് കാലം ഓടാനുള്ള ഇന്ധനം കേരളത്തിലെ ടെലിവിഷൻ മാധ്യമത്തിന്, പ്രത്യേകിച്ച് വാർത്താ ടെലിവിഷൻ മാധ്യമത്തിന് നൽകിയ ആളാണ് ശ്രീ ശശികുമാർ. അത് പിന്നീട് വേറൊരു തരത്തിൽ ആവിഷ്കരിക്കാനായിട്ടാണ് നികേഷിനെ പോലുള്ളവർ ശ്രമിച്ചത്, അല്ലെങ്കിൽ നികേഷ് ശ്രമിച്ചത്. നമ്മൾ ശ്രീകണ്ഠൻ നായരിലേക്ക് എത്തുമ്പോൾ അതിനെ കൂടുതൽ ജനപ്രിയതയുടെ തലത്തിലേക്ക് വളർത്തുന്ന ഒരു പുതിയ സമീപനം കാണുകയാണ് ഞാൻ പല ഘട്ടങ്ങളായി നോക്കും. പക്ഷെ അവിടെയെല്ലാം സമൂഹത്തോടുള്ള പ്രതിബദ്ധത എന്നതിൽ ഈ തമാശ പറയും. പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർ തന്നെ വിശദീകരിക്കുമ്പോഴോ നമ്മൾക്ക് കഥയില്ലായ്മയാണ് എന്ന് തോന്നിപ്പോകും. പക്ഷെ അതിൻ്റെ എല്ലാം ഉള്ളിൽ അല്ലെങ്കിൽ ആഴത്തിൽ വളരെ സാന്ദ്രമായി ഒഴുകുന്ന ഒരു സാമൂഹിക ബോധമുണ്ട്. ആ സാമൂഹിക ബോധം കളഞ്ഞിട്ടുള്ള പിള്ളകളിയല്ല ശ്രീകണ്ഠൻ നായർക്ക് മാധ്യമപ്രവർത്തനം. ഇപ്പോഴുമല്ല, ഈ ആകാശവാണിയിലിരിക്കുമ്പോഴുമല്ല. അപ്പോൾ ഇത് കേരളത്തിൻ്റെ മാധ്യമ അന്തരീക്ഷത്തിൽ തന്നെ ഉള്ള ഒരു വലിയ അനുഭവ സമ്പത്തിൻ്റെയും ആർജിതമായിട്ടുള്ള ജ്ഞാനത്തിൻ്റെയും അതിനൊക്കെ അപ്പുറത്ത് ഒരു സാമൂഹിക ബോധത്തിൻ്റെയും തെളിവ് കൂടിയാണ് ശ്രീകണ്ഠൻ നായരെ പോലുള്ളവർ. വലിയ ബുദ്ധിമുട്ടിയാണ് ഒരുപക്ഷെ ശ്രീകണ്ഠൻ നായർ നമ്മളോട് തമാശയായിട്ട് പറഞ്ഞെങ്കിലും ഈ രംഗത്ത് ഇതിനെ എല്ലാ ദിവസവും ആളുകളെ തങ്ങളിലേക്ക് കൊണ്ടുവരാൻ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിൽ അവർ ശ്രമിക്കുന്നത്.